സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ സങ്കീർത്തനം. ഇന്ന് നമ്മൾ 141 സങ്കീർത്തനമാണ് ധ്യാന വിധേയമാക്കുന്നത്. അനുഗ്രഹീതമായ സങ്കീർത്തനം വായിച്ചുകൊണ്ട് അതിൻ്റെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കിലേക്ക് വേഗം വരേണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തികളിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയും അരുതേ. നീതിമാനെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അവരുടെ ന്യായാധിപന്മാരെ പാറയിൽ തള്ളിയിടും. എൻ്റെ വാക്കുകൾ ഇമ്പമുള്ളവയാകയാൽ അവർ അവയെ കേൾക്കും. നിലം ഉഴുതു മറിച്ചിട്ടിരിക്കുന്ന പോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിന്റെ വാതിക്കൽ ചിതറിക്കിടക്കുന്നു. കർത്താവായ യഹോവേ, എൻ്റെ കണ്ണ് നിങ്കിലേക്കാകുന്നു. ഞാൻ നിന്നെ ശരണമാക്കുന്നു. എൻ്റെ പ്രാണനെ തൂക്കിക്കളയരുതേ. അവർ എനിക്ക് വച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ എന്നെ കാക്കണമേ. ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്ക് ദുഷ്ടന്മാർ സ്വന്തം വലയിൽ അകപ്പെടട്ടെ. 10 വാക്യങ്ങൾ ഉള്ള ഈ സങ്കീർത്തനം ദാവീദ് ചമച്ചതാണ്. പക്ഷെ എപ്പോഴാണ് ഇത് ചമച്ചതെന്ന് സന്ദർഭം വ്യക്തമല്ല. അബ്ശാലോമും അഹീതോഫേലും ഒത്തുചേർന്ന് ദാവീദിനെതിരെ കെണികൾ ഒരുക്കിയപ്പോഴോ പാടിയതായിരിക്കാം. കാരണം എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ എന്ന ഒരു വരി ഇതിൽ നാം കാണുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ഇതൊരു സന്ധ്യാപ്രാർത്ഥനയായി ചമച്ചതായിരിക്കാം. ഇതിലെ ആത്മീക ചിന്തകളെ പ്രസക്തമായ 3 തലക്കെട്ടുകളിൽ നാം സംക്ഷേപിക്കുകയാണ്. ഒന്ന്, ദൈവസന്നിധിയിലുള്ള ദാവീദിന്റെ അപേക്ഷകളാണ്. 1-ാം വാക്യം, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ആ 1-ാം വാക്യത്തിൽ തന്നെ അപേക്ഷ എന്ന പദം 3 പ്രാവശ്യം നാം കാണുന്നുണ്ട്. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. ദൈവസന്നിധിയിൽ വളരെ താഴ്മയോടെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് താൻ കെഞ്ചി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. എന്തൊക്കെയായിരുന്നു ദാവീദിന്റെ അപേക്ഷ? 1, ദൈവമേ, എൻ്റെ അടുക്കൽ വേഗം വരണമേ എന്നാണ് 1-ാം വാക്യം. എൻ്റെ അടുക്കലേക്ക് വേഗം വരണമേ. ദൈവസന്നിധിയിൽ ഈ ഒരു പ്രാർത്ഥന ദാവീദ് പ്രാർത്ഥിച്ച സന്ദർഭം 71-ാം സങ്കീർത്തനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മാവോൻ മരുഭൂമിയിൽ ദാവീദ് ശൗലിനെ ഭയന്ന് ഒളിച്ചു കഴിയുമ്പോൾ ഇത് മണത്തറിഞ്ഞ ശൗൽ അവിടേക്ക് 3000 പട്ടാളവുമായി വന്ന് ആ മല വളയുകയുണ്ടായി. നീ ഞങ്ങളെ ഒത്തിരി നാളായി കണ്ണുവെട്ടിച്ച് ഓടുകയാണ്, ഇപ്രാവശ്യം നീ കുടുക്കിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയോടെ നന്നായി നന്നായി എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് ആ പട്ടാളം ദാവീദിനെ പിടിക്കുവാൻ വേണ്ടി ആ മലമുകളിലേക്ക് കയറി വരികയാണ്, വളഞ്ഞടുക്കുകയാണ്. ഇതിനു മുമ്പ് ഇതിന് സമാനമായ സന്ദർഭങ്ങളിൽ ദാവീദ് രക്ഷപ്പെട്ടിട്ടുള്ളത് കാട്ടാട്ടിൻ പാറയിലുള്ള ഗുഹയിലോ അല്ലെങ്കിൽ അതുല്ലാം ഗുഹയിലോ ഒക്കെ കയറി ഒളിച്ചാണ്. പക്ഷെ ഇവിടെ ഒളിക്കാൻ ഗുഹകളില്ല. മറ്റൊരു സന്ദർഭത്തിൽ ശൗലിനെയും സൈനികരെയും ദൈവം ഒന്നിച്ചുറക്കി. ആരും അറിഞ്ഞില്ല, ആരും എഴുന്നേറ്റില്ല, ആരും കണ്ടില്ല. അങ്ങനെ ദൈവം ദാവീദിനെ വിടുവിക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ അവർക്കാർക്കും ഉറക്കം വരത്തില്ല. പട്ടാപ്പകൽ വളരെ ജാഗ്രതയോടെ അവർ ദാവീദിനോട് അടുക്കുകയാണ്. ജീവിതം തകർന്നു എന്ന് തോന്നിയ സന്ദർഭത്തിൽ ദാവീദ് ഹൃദയം തകർന്നവനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ അടുക്കൽ വേഗം വരണമേ, താമസിക്കരുതേ എന്ന്. അവൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ദൈവം ദാവീദിന് മറുപടി നൽകി. ദൈവം അവൻ്റെ അടുക്കൽ വേഗം വന്നു, താമസിക്കാതെ തന്നെ ഇറങ്ങി വന്ന് അവനെ വിടുവിക്കുകയുണ്ടായി. ആ സന്ദർഭം ഞാനൊന്ന് പറയാം. ദാവീദിനെ പിടിക്കാൻ വേണ്ടി ആ പട്ടാളം വളഞ്ഞെടുത്ത നിമിഷം ഒരു പട്ടാളക്കാരൻ രാജകൊട്ടാരത്തിൽ നിന്നും ഓടിക്കിതച്ച് ശൗലിന്റെ അടുക്കിലേക്ക് വന്നു. ക്ഷണം വരണം, ഫെലിസ്ത്യർ രാജധാനി ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ടിട്ട് ഫെലിസ്ത്യരോട് എതിർക്കാൻ മടങ്ങിപ്പോയി. പിടിക്കാറായതല്ലേ,
ദാവീദിനെ അങ്ങ് പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചില്ല, ഉടനെ മടങ്ങിപ്പോയി. എന്താണ് താൻ പ്രാർത്ഥിച്ചത്? എൻ്റെ അടുക്കൽ വേഗം വരണം, താമസിക്കരുത്. എന്താണ് പട്ടാളക്കാരൻ പറഞ്ഞത്? ക്ഷണം വരണം. ഉടനെ മടങ്ങിപ്പോയി. ദൈവം ഇതിലെ നിന്റെ ജീവിതത്തിൻ്റെ ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നീ വിചാരിക്കാത്ത വിധത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവം നിന്നെ വിടുവിക്കും. പരീക്ഷയോടുകൂടെ നീക്കുപോക്കുകൾ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്നു എന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദാവീദ് അപേക്ഷിക്കുന്ന മറ്റൊരു കാര്യം, കാക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന രണ്ട് വിധത്തോടുള്ള ബന്ധത്തിലാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, എൻ്റെ അധരദ്വാരം കാക്കണമേ. രണ്ട്, കെണികളിൽ നിന്ന് എന്നെ കാക്കണമേ എന്നുള്ളതാണ്. 3-9 വാക്യങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം. എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. 3-ാമത്തെ വാക്യം. എൻ്റെ വായ്ക്ക് ഒരു കാവൽ ആവശ്യമുണ്ട്. കാരണം വായിലുള്ള ആ നാവ് പലപ്പോഴും മെരുങ്ങാത്തതാണ്, അത് വിഷം നിറഞ്ഞതാണ്, വലിയ കാട് കത്തിക്കാൻ പോകുന്നതാണ്. 39-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. യാക്കോബ് 1:26 നാവിനെ കടിഞ്ഞാണിട്ട് കാക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മീഖ 7:5 വായുടെ കതക് കാത്തുകൊള്ളുക എന്ന് വായിക്കുന്നു. ആകരുതാത്ത വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വരാതിരിക്കേണ്ടതിന്, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായി തീരേണ്ടതിന് എൻ്റെ അധരദ്വാരം കാക്കണമേ എന്ന് ഭക്തൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. കാക്കണമേ എന്ന് പറയുന്ന രണ്ടാമത്തെ ചിന്ത കെണികളിൽ നിന്ന് തന്നെ കാക്കണമേ എന്നായിരുന്നു. വാക്യം 9, അവർ എനിക്ക് വെച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവൃത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാത്തുകൊള്ളണമേ. ദാവീദിനെതിരെ കെണി, കയർ, കുടുക്ക്, വല എന്നീ 4 ചതിപ്രയോഗങ്ങൾ ചെയ്തിട്ടുള്ളതായി 140-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ നാം കാണുകയുണ്ടായല്ലോ. ഈ അപായങ്ങളിൽ നിന്ന്, ഈ ഉപായങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ഭക്തനിവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വലയെക്കുറിച്ച് മറ്റൊരു ചിന്ത കൂടെ അതിന്റെ 10-ാം വാക്യത്തിലുണ്ട്. ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്ക് ദുഷ്ടന്മാർ സ്വന്തം വലകളിൽ അകപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഹാമാൻ എന്ന ദുഷ്ടനായ ആഗാഗ്യൻ മൊർദെഖായിക്കെതിരെ ഒരുക്കി വെച്ച ആ വലിയ കഴുകുമരത്തെ മൊർദെഖായിയല്ല, പകരം ഹാമാനെ തന്നെയാണ് തൂക്കി കളഞ്ഞത്. ദാനിയേലിനെ സിംഹക്കുഴിയിലിടാൻ വേണ്ടി ശത്രുക്കൾ കെണിയൊരുക്കി. പക്ഷെ പിന്നത്തേതിൽ അതേ ശത്രുക്കളെ തന്നെയാണ് അതേ സിംഹങ്ങളുടെ നടുവിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ചില ആലങ്കാരിക പദപ്രയോഗങ്ങളാണ്. ഈ സങ്കീർത്തനത്തിൽ പലവിധ ആലങ്കാരിക പദപ്രയോഗങ്ങൾ ദാവീദ് ഉപയോഗിച്ചിട്ടുണ്ട്. ചിലത് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. 2-ാം വാക്യം, എൻ്റെ പ്രാർത്ഥന ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ഇപ്പോൾ ദാവീദ് കൊട്ടാരത്തിലല്ല, കാട്ടിലാണ്. ശൗലിനെയോ അബ്ശാലോമിനെയോ ഭയന്ന് താനിപ്പോൾ കാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ആലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ തനിക്കിപ്പോൾ സാധ്യമല്ല. പക്ഷെ കാട്ടിലിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാൻ കൈ മലർത്തുന്നത് അവിടുത്തെ സന്നിധിയിൽ ഒരു സന്ധ്യായാഗമായി തീരട്ടെ. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ഒരു ധൂപമായി മാറട്ടെ. യാഗത്തിൽ നിന്ന് ഉയരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ധൂപം, മറ്റൊന്ന് സുഗന്ധം എന്നുള്ളതാണ്. ഇൻസെൻസ് ആൻഡ് ഫ്രാഗ്രൻസ്. ധൂപം ഒരു പ്രാർത്ഥനയ്ക്ക് സമാനമാണ്. പ്രാർത്ഥനയെ ഒരു ധൂപമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സമാഗമന കൂടാരത്തിലും അനുബന്ധ ആലയങ്ങളിലും സന്ധ്യാപ്രാർത്ഥന നടക്കുമായിരുന്നു. അത് ദൈവം നിഷ്കർഷിച്ചിരുന്നതാണ്. പുറപ്പാട് 30-1, 7, 8 വാക്യങ്ങൾ. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം. അഹരോൻ വൈകുന്നേരം ധൂപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കാട്ടണം. അത് തലമുറ തലമുറയായി യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപമായിരിക്കണം. അപ്പോൾ അവിടുത്തെ ആരാധനയിലെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ധൂപമർപ്പിക്കുക എന്നുള്ളത്. അത് രാവിലെയും വൈകിട്ടും അർപ്പിക്കണം. സന്ധ്യായാഗം ദൈവം കൽപ്പിച്ചിരുന്നതാണ് എന്ന് പറഞ്ഞുവല്ലോ. ഒരു വചനം കൂടെ വായിച്ചു കേൾപ്പിക്കാം. യാഗപീഠത്തിന്മേൽ അർപ്പിക്കേണ്ടത് എന്തെന്നാൽ ദിവസം തോറും നിരന്തരം 1 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടി,
ഒരാട്ടിൻകുട്ടിയെ രാവിലെ അർപ്പിക്കണം, മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരത്ത് അർപ്പിക്കണം. ഒപ്പം കാൽഹീൻ അഥവാ 1 ലിറ്റർ എണ്ണയും കാൽഹീൻ വീഞ്ഞ് അഥവാ 1 ലിറ്റർ വീഞ്ഞും ഒരിടങ്ങഴി നേരിയ മാവും അർപ്പിക്കണം. അങ്ങനെ ഒരുക്കി സൗരഭ്യവാസനയായി യഹോവയ്ക്ക് ദഹനയാഗമായി വൈകുന്നേരത്ത് അർപ്പിക്കണം. സുഗന്ധധൂപമായി തീരുക എന്ന് പറയുമ്പോൾ ആ ആട്ടിൻകുട്ടിയോടൊപ്പം ഒരിടങ്ങഴി മാവുണ്ട്, 1 ലിറ്റർ വീഞ്ഞുണ്ട്, 1 ലിറ്റർ എണ്ണയുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ ആ മേധസ്സിന് മീതെയുള്ള മാവും എണ്ണയും വീഞ്ഞും എല്ലാം ഒത്തുചേർന്ന് കത്തുമ്പോൾ സൗരഭ്യവാസനയുള്ള ധൂപം പുറത്തേക്ക് ഉയരത്തിലേക്ക് വരുമായിരുന്നു. സന്ധ്യാസമയത്ത് യഹൂദന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു. സന്ധ്യായാഗത്തിന്റെ സമയത്ത് പ്രാർത്ഥിച്ച 2 ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന് എസ്രയുടെ ജീവിതത്തിലാണ്. സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എൻ്റെ ദൈവമായ യഹോവയിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മുഖം എൻ്റെ ദൈവമായ നിങ്കിലേക്ക് ഉയർത്തുന്നു. എസ്രാ 9:5-6 തിരുവചനം. ദാനിയേലിൻ്റെ ജീവിതാനുഭവം ദാനിയേൽ പ്രവചനം 9:20-21 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥന കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗബ്രിയേൽ ദൂതൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. ഈ സന്ധ്യായാഗം അർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ധൂപവും സൗരഭ്യവാസനയും ഒപ്പം ഉയരത്തിലേക്ക് ചെല്ലും. നോഹെ ആ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ശുദ്ധിയുള്ള മൃഗങ്ങളിൽ ചിലത് എടുത്ത് ദൈവത്തിന് ഹോമയാഗം അർപ്പിച്ചു. തിരുവെഴുത്ത് ശ്രദ്ധിക്കുക. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ ഇനി മനുഷ്യന്റെ നിമിത്തം ഈ ഭൂമിയെ ശപിക്കുകയില്ല. ഉൽപ്പത്തി 8:20. വാക്യം 21, ഞാൻ ഇനി നശിപ്പിക്കുകയില്ല. വാക്യം 22, വിതയും കൊയ്ത്തും നിന്നുപോകയില്ല. നോഹ അർപ്പിച്ച ആ ശുദ്ധിയുള്ള യാഗത്തിൽ നിന്നും ധൂപവും സൗരഭ്യവാസനയും സ്വർഗത്തിലേക്ക് ഉയർന്നപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ ശപിക്കുകയില്ല, ഞാൻ നശിപ്പിക്കുകയില്ല, അനുഗ്രഹം നിലച്ചു പോകയില്ല. പുതിയ നിയമത്തിൽ ഈ ധൂപം പ്രാർത്ഥനയാണ് വ്യക്തമാക്കുന്നത്. 2 വചന തെളിവുകൾ ഉദ്ധരിക്കാം. വെളിപ്പാട് പുസ്തകം 5:8 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം. ഇനി വെളിപ്പാട് പുസ്തകം 8:3-4 മറ്റൊരു ദൂതൻ സ്വർണ്ണധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന്റെ മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗവും അവന് കൊടുത്തു. കർത്താവിന്റെ മഹത്വം. അപ്പോൾ ധൂപം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഇനി അതിൻ്റെ സൗരഭ്യവാസനയാണ്. പുതിയ നിയമത്തിൽ അത് ആത്മീകമായ പ്രവർത്തനങ്ങളെയാണ് കാണിക്കുന്നത്. ധൂപം പ്രാർത്ഥനയും സൗരഭ്യവാസന ആത്മീയ പ്രവർത്തനങ്ങളെയും കാണിക്കുന്നു. ചില വചനങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഫിലിപ്പിയ ലേഖനം 4:18 കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ കൊടുത്ത ആ സ്തോത്ര കാഴ്ചയെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രാദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. എഫെസ് ലേഖനം 5:2 യേശുക്രിസ്തുവിന്റെ യാഗത്തെയാണ് സൗരഭ്യവാസനയായി ചിത്രീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചു. ഇനി നമ്മുടെ ആത്മീകമായ ജീവിതത്തിന്റെ ആ പ്രതിഫലനങ്ങളാണ്. 2 കൊരിന്ത്യർ 2:15 ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. മരിച്ചിട്ട് 4 ദിവസമായ ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചപ്പോൾ അതിൻ്റെ നന്ദി സൂചകമായി ബഥാനിയിലെ മറിയ വന്ന് വിലയേറിയ ഒരു സ്വച്ഛജടമാംസി തൈലം കർത്താവിൻ്റെ കൽക്കൽ ഒഴിക്കുന്നുണ്ട്. ചത്ത ഈച്ച തൈലത്തെ നാറ്റിക്കുന്നു.
പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമം ദുഷിക്കപ്പെടാതെ സൗരഭ്യവാസനകൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കട്ടെ. സ്തോത്രം. ഈ സങ്കീർത്തനത്തിലെ ഒന്നാമത്തെ സദൃശ്യം കൈകളെ മലർത്തുന്നത് ധൂപമായും സന്ധ്യായാഗമായും തീരട്ടെ എന്നുള്ള സാദൃശ്യപദമായിരുന്നു. മറ്റൊന്ന് ദൈവിക സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ്. അത് തന്നെ ഏതാണ്ട് 3 സാദൃശ്യ പദങ്ങൾ ഇതിൽ കാണാൻ കഴിയും. ഒന്ന്, അസ്ഥികളെ ചിതറിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയാണ്. വാക്യമേട്, ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിന്റെ വാതിക്കൽ ചിതറിക്കിടക്കുന്നു. ദാവീദിന്റെ അസ്ഥികൾ ചിതറിക്കിടന്ന അനുഭവങ്ങളില്ല. ദാവീദ് നോബിലെ പുരോഹിതന്റെ അടുക്കൽ ചെന്നത് ഏദോമ്യനായ ദേവോഗ് ശൗലിനോട് ഒറ്റിക്കൊടുക്കുകയും ശൗലിന്റെ ആജ്ഞപ്രകാരം ഈ ഏദോമ്യനായ ദേവോഗ് തന്നെ നോബിലെ 85 പുരോഹിതന്മാരെ കൊന്നുകളഞ്ഞപ്പോൾ അവരുടെ ആ ശവങ്ങൾ ചിതറിക്കിടക്കുന്ന കാഴ്ചകൾ ദാവീദിന്റെ ഹൃദയത്തെ അലട്ടിക്കാണാം. 1 ശമൂവേൽ 22:16 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. മോശയോട് മത്സരിച്ച കോരഹിന്റെയും കൂട്ടരുടെയും ദുർഗതികൾ അവരെ ജീവനോടെ പാതാളം വിഴുങ്ങിക്കളയുകയാണ് ഉണ്ടായത്. സംഖ്യ 16:30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ദാവീദ് പ്രാർത്ഥിക്കുന്ന, ദൈവമേ, ഞങ്ങളുടെ അസ്ഥികൾക്ക് അങ്ങനത്തെ ദുർഗതികൾ സംഭവിക്കരുതേ. മറ്റൊന്ന്, ദാരുണകരമായ അന്ത്യം ജീവിതത്തിൽ സംഭവിക്കരുതെന്നാണ്. ദുഷ്ടന്മാരെ കുറിച്ച് അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവരുടെ ന്യായാധിപന്മാരെ പാറയിൽ നിന്ന് തള്ളിയിടും. ദുഷ്ടരായ മനുഷ്യരെ പാറയുടെ പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ട് ജീവനോടെ കൊല്ലുന്ന ഒരു പതിവ് പണ്ട് ഉണ്ടായിരുന്നു. 2 ദിനവൃത്താന്തം 25:12 യഹൂദ രാജാവായ അഹസ്യാവ് ചുറ്റുപാടുള്ള ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന വേളയിൽ ഉപ്പ് താഴ്വരയിൽ വെച്ച് 10,000 പേരെ കൊല്ലുകയും 10,000 പേരെ ജീവനോടെ പിടിച്ച് മലമുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലുകയും ചെയ്തു. ഇസബേൽ എന്ന ദുഷ്ട സ്ത്രീയെ യേഹൂവിന്റെ നിർദ്ദേശപ്രകാരം മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടാണ് കൊന്നത്. യഹൂദന്മാർ ഒരിക്കൽ കോപിഷ്ഠരായി യേശുവിനെ പിടിച്ചുകൊണ്ട് അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ മുകളിലോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ശ്രമിച്ചു. പക്ഷെ കർത്താവോ അവരുടെ നടുവിൽ നിന്ന് ഒഴിഞ്ഞുപോയി. അങ്ങനെ പാറയിൽ തള്ളിയിടുന്ന ഒരു ഗതികേട് ജീവിതത്തിൽ സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നല്ല ശവസംസ്കാരം കിട്ടുക എന്നുള്ളത് മാന്യമായ ഒരു കാര്യമാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 6-ാം അധ്യായം 3-ാമത് വചനം. ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭമനസ്സിൽ പിണ്ണം അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയും. അസ്ഥികൾ ചിതറിക്കിടക്കുന്ന, പാറയിൽ തള്ളപ്പെടുന്ന ഒരു ദുരനുഭവം ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. 8-ാമത്തെ വാക്യത്തിൽ എൻ്റെ പ്രാണനെ തൂക്കിക്കളയരുതേ എന്ന് പറഞ്ഞാൽ രക്തം ചീന്തപ്പെട്ടവനായി മരിക്കരുതേ എന്ന ഒരു ചിന്ത അവിടെ നമുക്ക് ലഭിക്കുകയാണ്. മറ്റൊരു സദൃശ്യം ഇവിടെ ഉപയോഗിക്കുന്നത് അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയും അരുതേ എന്നുള്ളതാണ്. വാക്യം 4, ദുഷ്ടന്മാർ ഒരുക്കുന്ന രുചികരമായ ആഹാരത്തെക്കാൾ ശാകപദാർത്ഥം കഴിക്കുന്നതാണ് നല്ലത്. കാരണം ആ ദുഷ്ടന്മാരുടെ കൂടെ സദ്യ ഭക്ഷിക്കാൻ പോയാൽ അവരുടെ പല തെറ്റായ ചെയ്തികളിലും കൂട്ടിച്ചേരേണ്ടതായിട്ട് വരും. കമ്പനി സൈക്കിന് വേണ്ടി സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്ന പലർക്കും അവിടെ നടക്കുന്ന മദ്യപാനത്തിലും മറ്റും പങ്കെടുക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം, ബേൽഷസർ രാജാവ് 1000 മഹത്തുക്കൾക്ക് സദ്യ ഒരുക്കിയപ്പോൾ അവിടെ വിഗ്രഹാരാധന മാത്രമല്ല മദ്യപിക്കുന്ന ഒരു കാര്യവും നടന്നതായിട്ടാണല്ലോ നാം ദാനിയേൽ പുസ്തകത്തിൽ വായിക്കുന്നത്. കൂട്ടുകാരെ പ്രീതിപ്പെടുത്താൻ കമ്പനി സൈക്കിന് വേണ്ടി പോകുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മീക ജീവിതം തൊലയാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം വിസ്മരിക്കരുത്. സദൃശ്യവാക്യത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഇത്തരുണത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സദൃശ്യവാക്യങ്ങൾ 23:31 മുതൽ 34 വരെയുള്ള വചനങ്ങൾ. വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ,
കമ്പനി സൈക്കിന് വേണ്ടി ദുഷ്ടന്മാരുടെ സ്വാദുഭോജനം ഭക്ഷിക്കാൻ പോകാതിരിക്കാൻ ദൈവമക്കൾക്ക് ദൈവം കൃപ ചെയ്യട്ടെ. നമുക്കറിയാം, എബ്രായ ബാലന്മാർ അവരുടെ വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി രാജാവിൻ്റെ മേശയിലെ ഭോജനം അവർക്ക് വേണ്ട എന്ന് വെച്ചു. പകരം ശാഖപദാർത്ഥം ഭക്ഷിക്കാൻ അവരെ തന്നെ സമർപ്പിച്ചു. രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും രാജഭോജനം കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് അവർ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഒരുപക്ഷെ വിഗ്രഹത്തിന് നിവേദിച്ച ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൽ കണ്ടേക്കാം. ന്യായപ്രമാണം വിലക്കുന്ന ശ്വാസം മുട്ടി ചത്തതോ മറ്റോ ആയ ഭക്ഷണങ്ങൾ ഒരുപക്ഷെ അതിലുണ്ടായിരുന്നേക്കാം. പക്ഷെ അവർ വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ആ സ്വാദുഭോജനം വേണ്ട എന്ന് വെച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ മുഖവും ഇപ്പറഞ്ഞ രാജകീയ സ്വാദുഭോജനം ഭക്ഷിച്ചവരുടെ മുഖവും തമ്മിൽ ഒത്തുനോക്കിയപ്പോൾ എബ്രായ ബാലന്മാരുടെ മുഖത്ത് കൂടുതൽ ഓജസ്സും തേജസ്സും ഉള്ളതായി കാണപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യം. യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. 141-ാം സങ്കീർത്തനത്തിലെ 3-ാമത്തെ പ്രസക്തമായ ചിന്ത ദാവീദ് ഇഷ്ടപ്പെടുന്ന 2 കാര്യങ്ങളെ കുറിച്ചാണ്. വാക്യം 5: നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. ഇവിടെ നീതിമാൻ എന്ന പദത്തിന് 2 അർത്ഥവ്യാപ്തികൾ നമുക്ക് ലഭിക്കുന്നു. ഒന്ന്, ദൈവമാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ്സില്ലാത്തവരായി തീർന്നവരാണ് മനുഷ്യരെല്ലാവരും. എന്നാൽ ദൈവം നീതിമാനാണ്. ആ നീതിമാനായ ദൈവം ചില വേളകളിൽ നമ്മെ ശിക്ഷിക്കും. അത് കൊല്ലാനുള്ള കടുത്ത ന്യായവിധികളല്ല, വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള ബാലശിക്ഷകളാണ്. ബാലശിക്ഷകൾ നമ്മെ നന്നാക്കാനുള്ളതാണെന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. ചില വചനഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കാം. സദൃശവാക്യം 3:11-12 വാക്യം. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയെങ്കിൽ മുഷിയുകയും വരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. വെളിപ്പാട് 3:19. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആവർത്തനം 8:5. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു. ഇയ്യോബ് 5:17-19 വരെയുള്ള വാക്യം. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തന്റെ ശിക്ഷ നിരസിക്കരുത്. സദൃശവാക്യം 3:12. സങ്കീർത്തനം 94:13. നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 2 ശമൂവേൽ 7:14. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ വാടികൊണ്ട് ശിക്ഷിക്കും. ഇരമ്യാവ് 10:24. യഹോവയെ, ഞാൻ ഇല്ലാതെയായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ അത്രയെ ശിക്ഷിക്കണമേ. എബ്രായ ലേഖനം 12:6-7 വാക്യം. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? നീതിമാൻ എന്നെ അടിക്കുന്നത് ദയയ്ക്കാണ്, അവൻ എന്നെ ശാസിക്കുന്നത് എൻ്റെ നന്മയ്ക്കാണ്. ദൈവമേ, നീ എന്നെ ശിക്ഷിച്ച് വളർത്തണമേ. നീതിമാൻ എന്ന പദത്തിന് മറ്റൊരർത്ഥം ദൈവഭക്തൻ എന്നാണ്. ദാവീദിന്റെ തന്നെ ജീവിതാനുഭവം ഞാൻ ഉദാഹരിക്കട്ടെ. ദാവീദ് ബേത്ശേബയുമായി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നിട്ട് വളരെ നാടകീയമായി താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധവൽക്കരിക്കുകയാണ്. ധനികനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ ഒരു വഴിപോക്കൻ വന്നപ്പോൾ അവന് വേണ്ടി ഒരു സാധുവായ മനുഷ്യന്റെ വീട്ടിൽ അവനാകെക്കൂടെ ഉണ്ടായിരുന്ന ഒരു ആടിനെ പിടിച്ചറുത്ത് സദ്യ ഒരുക്കിയ അക്കാര്യം വിവരിച്ചപ്പോൾ ആ ദുഷ്ടനായ മനുഷ്യനെ ശിക്ഷിക്കണമെന്ന് ദാവീദ് തന്നെ പ്രതിവചിച്ചു. ആ മനുഷ്യൻ നീ തന്നെ എന്ന് മുഖത്ത് നോക്കി നാഥാൻ പ്രതിവചിച്ചപ്പോൾ ദാവീദിന് അവൻ്റെ തെറ്റിനെ കുറിച്ച് ബോധ്യമുണ്ടാകുന്നു. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ നാഥാന്റെ ആത്മീകമായ ശാസന ദാവീദ് ഏറ്റെടുക്കുകയാണ്. നാം ഇപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ 5-ാം വാക്യത്തിന് കുറെ കൂടെ മെച്ചമായ ഒരു പരിഭാഷയുണ്ട്. അതിങ്ങനെയാണ്: നീതിമാൻ കരുണയോടെ എന്നെ ശാസിക്കട്ടെ, ഉപദേശിക്കട്ടെ, എന്നാൽ ദുഷ്ടന്റെ എണ്ണ എൻ്റെ തലയെ അഭിഷേകം ചെയ്യാതിരിക്കട്ടെ. ദുഷ്ടന്റെ എണ്ണ അവൻ്റെ മുഖസ്തുതിയുടെ വാക്കുകളാണ്.
ദുഷ്ടന്റെ എണ്ണമയമുള്ള മുഖസ്തുതികളെക്കാൾ നീതിമാന്റെ മുറിക്കുന്ന ശാസന ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ് ഇവിടുത്തെ മറ്റൊരു ചിന്ത. സദൃശവാക്യം 27:6 സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലം, ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിൽ അധികം. സഭാപ്രസംഗി 7:5 മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. ദാവീദ് ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം അതിൻ്റെ 5-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. എൻ്റെ തല എണ്ണയെ വിലക്കാതെ ഇരിക്കട്ടെ. രാജാക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ തുടങ്ങിയവരെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമായിരുന്നു. തലയിൽ എപ്പോഴും എണ്ണ ഉണ്ടായിരിക്കണം. സഭാപ്രസംഗി 9:8 വായിക്കുകയാണ്, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. പുതിയ നിയമ ചിന്തയിൽ അതൊരു അഭിഷേകമാണ്. 1 യോഹന്നാൻ 2:20-27 വാക്യങ്ങൾ. ദൈവത്തിന്റെ ആത്മീകമായ അഭിഷേകം നമ്മുടെ തലയിൽ കുറയാതിരിക്കട്ടെ. 141-ാം സങ്കീർത്തനമാണ് ഇന്ന് നാം ചിന്തിച്ചത്. ശൗലിനെയോ അബ്ശാലോമിനെയോ ഭയന്ന് കാട്ടിൽ കഴിയുന്ന വേളയിൽ ഒരു സന്ധ്യാപ്രാർത്ഥന പോലെ ദാവീദ് പാടിയൊരു പാട്ടായിട്ട് വേണം ഈ സങ്കീർത്തനത്തെ മനസ്സിലാക്കാൻ. 3 ആത്മീക ചിന്തകൾ നമുക്കിതിൽ ലഭിക്കുകയുണ്ടായി. 1, ദാവീദ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന അപേക്ഷകളായിരുന്നു. എൻ്റെ അടുക്കൽ വേഗം വരണമേ. ശൗൽ തന്നെ പിടിക്കാൻ വേണ്ടി വളഞ്ഞെടുത്തപ്പോൾ യഹോവയെ താമസിക്കരുത്, വേഗം വരണമെന്ന് അവൻ പ്രാർത്ഥിച്ചു. ഉടനെ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പറഞ്ഞു ക്ഷണം വരണമെന്ന്. ഉടനെ തന്നെ ശൗൽ ദാവീദിനെ പിന്തുടർന്ന് വിട്ടിട്ട് ഫെലിസ്ത്യരോട് നേരിടാൻ വേണ്ടി മടങ്ങിപ്പോയി. ദൈവം അത്ഭുതകരമായി ദാവീദിനെ വിടുവിച്ചു. വേഗം ദൈവം അവന്റെ അടുക്കൽ ഇറങ്ങി വന്നു. മറ്റൊരു അപേക്ഷ കാക്കണമേ എന്നാണ്. 1, എൻ്റെ അധരദ്വാരം കാക്കണമേ. 2, ദുഷ്ടൻ ഒരുക്കി വച്ചിരിക്കുന്ന കെണികളിൽ നിന്ന് എന്നെ കാക്കണമേ എന്നായിരുന്നു. നാവിന് ഒരു കാവൽ ആവശ്യമുണ്ട്. ആകരുതാത്ത വാക്കുകൾ പറയാതിരിപ്പാൻ നമ്മുടെ നാവുകളെ ശ്രദ്ധയോടെ ഉപയോഗിക്കാം. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങാൻ യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതുമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 2, ചില ആലങ്കാരികമായ അവതരണങ്ങളായിരുന്നു. എന്റെ പ്രാർത്ഥന ധൂപമായും കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. അഹരോനോട് ദൈവം ആരാധനാ വിഷയങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ സന്ധ്യായാഗം സുപ്രധാനമായ ഒരു കാര്യമാണല്ലോ. ആ സമയത്ത് ആടിനോടൊപ്പം 1 ലിറ്റർ എണ്ണയും 1 ലിറ്റർ വീഞ്ഞും 1 ഇടങ്ങഴി മാവും ചേർത്ത് യാഗമർപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞിരുന്നു. ആടിന്റെ മേധസ്സിന് മീതെ എണ്ണയും വീഞ്ഞും മാവും പകർന്ന് യാഗമർപ്പിക്കുമ്പോൾ സൗരഭ്യവാസന സ്വർഗത്തിലേക്ക് എത്തുന്നു. നോഹ അർപ്പിച്ച ശുദ്ധിയുള്ള യാഗത്തിന്റെ സൗരഭ്യവാസന ദൈവം മണത്തപ്പോൾ ഇനി ഞാൻ ശപിക്കുകയില്ല, ഭൂമിയെ നശിപ്പിക്കുകയില്ല, വിതയും കൊയ്ത്തും നിലച്ചു പോവില്ല എന്ന് പറഞ്ഞ് ദൈവം ആ തലമുറയെ അനുഗ്രഹിക്കുന്നതായി നാം കാണുന്നു. യെസ്രയും ദാനിയേലും ദാവീദും ഒക്കെ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ സങ്കടമുണർത്തിച്ച് പ്രാർത്ഥിക്കുന്നതായി നാം കാണുകയുണ്ടായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ധൂപം എന്നുള്ളത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. സൗരഭ്യവാസന എന്നുള്ളത് ആത്മീകമായ പ്രവർത്തനങ്ങളാണ്. മറ്റൊരു ആലങ്കാരിക പദപ്രയോഗം സംരക്ഷണത്തെ കുറിച്ച് ഉപയോഗിക്കുന്ന സാദൃശ്യാത്മകമായ പദപ്രയോഗങ്ങളായിരുന്നു. അസ്ഥികളെ ചിതറിക്കരുതേ. നോബിലെ പുരോഹിതന്മാർക്ക് സംഭവിച്ച ഗതികേട് എനിക്ക് വരരുതേ എന്ന് പ്രാർത്ഥിക്കാവാം. മറ്റൊന്ന്, ന്യായാധിപന്മാരെ പാറയിൽ തള്ളിയിടുന്നത് പോലെ ജീവിതത്തിൽ ഒരു നല്ല ശവോടക്ക് കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചതാവാം. അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കരുത്. ആ സ്വാദുഭോജനത്തിൽ പങ്കെടുക്കും മുഖാന്തരം ആത്മിക ജീവിതത്തിന് ആഘാതമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ അതിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധിക്ക് വേണ്ടി ഈ സ്വാദുഭോജനം വെടിഞ്ഞ എബ്രായ ബാലന്മാരുടെ ചരിത്രം ഭക്തന്മാർക്കെന്നും പ്രചോദനമാണ്. കമ്പനി സൈക്കിന് കൂടുന്ന പലരും അറിയാതെ പലവിധ അബദ്ധങ്ങളിലും ചെന്നുപെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം വിസ്മരിക്കരുത്. 3, ദാവീദിന്റെ 2 ആഗ്രഹങ്ങളാണ്. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. കർത്താവിന്റെ ബാലശിക്ഷയെ കുറിച്ച് ഭക്തന്മാർ ജീവിതത്തെ കറക്റ്റ് ചെയ്യുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതിനെ കുറിച്ച് പറയുകയാണ്. ദൈവമേ, അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്ക് തരണമേ. ബാലശിക്ഷയുടെ ഒരു ആത്മിക ഗുണം നാം പ്രത്യേകിച്ച് ഓർക്കണം. നാം ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് സ്നേഹത്തോടെ നമുക്ക് ബാലശിക്ഷകൾ നൽകുകയാണ്. മറ്റൊന്ന്, തല എണ്ണയെ
വിലക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. എണ്ണ എന്ന പദം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരായി, ആ എണ്ണയുടെ അനുഭവം തെല്ലും കുറയാത്തവരായി മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിന്റെ തല എണ്ണയെ വിലക്കാതെ ഇരിക്കട്ടെ. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും